ഇപ്പം മഴക്കാലമൊക്കെ ആണല്ലോ അല്ലേ? മഴ ഇന്നലെയും മിനിയാന്നൊക്കെ ഇങ്ങനെ പെയ്തു. ഇനിയിപ്പോൾ ആ മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല തകർപ്പനായിട്ടുള്ളൊരു വെജിറ്റേറിയൻ സൂപ്പാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണേ. അപ്പോൾ നമ്മൾ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സൂപ്പിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളാണ് ഞാൻ എടുത്തത്. എത്രത്തോളം പച്ചക്കറികൾ നിങ്ങൾക്ക് എടുക്കാം അതൊക്കെ എടുക്കാം. പക്ഷെ ഞാൻ എടുത്തതാ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു കഷ്ണം ക്യാബേജ്, കുറച്ച് മല്ലിയില. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ പച്ചക്കറികളൊക്കെ ഞാൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചാണ് കേട്ടോ. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കിഴങ്ങ് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്യാരറ്റ്, നമുക്ക് കാബേജ് അരി കേട്ടോ. അവസാനമായിട്ട് മല്ലിയില. അപ്പോൾ അടുപ്പത്തേക്ക് ചട്ടി വെച്ചെടുക്കണേ. ഇപ്പോൾ ബട്ടറിലാണ് കേട്ടോ നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ പോണേ. ഇപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കണേ. ബട്ടർ ഇതാ നല്ല രീതിയിൽ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുനുകുനാ അരിഞ്ഞ് വെച്ച നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം കിഴങ്ങ് ചേർത്തു, ഇനി ക്യാരറ്റ് ചേർക്കാം. ഇപ്പോൾ കാബേജും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പച്ചക്കറികൾ ഇതാ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് വേറൊരു സാധനം ചേർക്കാണ്ടേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, ഓട്സ്. അപ്പോൾ ഇത് ഏത് ഓട്സ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. ഞാൻ 4 സ്പൂൺ ഓട്സാണ് ചേർക്കണേ. എന്നിട്ടെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഓട്സ് ഞാൻ 4 സ്പൂണാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ കൂടുതൽ ചേർത്താന്ന് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് കട്ടിയായി വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊന്ന് ലൂസായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 4 സ്പൂൺ ചേർത്തത്. നമ്മളെ ക്യാരറ്റും ക്യാബേജും കിഴങ്ങൊക്കെ ഒന്നും ഇങ്ങോട്ട് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് മല്ലിയില ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇളക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നമ്മളെ സൂപ്പിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിക്കണേ. നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഈ സൂപ്പൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ കുറച്ച് സമയമായി, നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. സൈഡൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ടേ. ഒന്ന് ഇളക്കിയും കൂടി കൊടുക്കാം. ഇപ്പോൾ വെന്തിട്ടില്ല, ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ വെന്തൊരു വാസനയൊക്കെ വരുന്നുണ്ട്, നമുക്ക് തുറക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് വെള്ളം നമുക്ക് പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കണേ. അപ്പോൾ എനിക്കിതിൽ കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വേവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു ഇത്തിരി കുരുമുളക് പൊടി ഇടണേ. ഇപ്പോൾ എരിവിൻ്റെ ഒരു അളവിനനുസരിച്ച് വേണം ഇടാൻ. ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നല്ല രസമുള്ള സൂപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സൂപ്പിൻ്റെ അവസ്ഥ സൂപ്പ് കുടിച്ചവർക്ക് അറിയുണ്ടാവും.
അതായത് സൂപ്പിൻ്റെ തനതായിട്ടുള്ള രുചി തന്നെയാണ്. പിന്നെ സ്പൈസി ഒന്നും ആവില്ല. പിന്നെ കുരുമുളക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു എരിവിൻ്റെ ആവശ്യത്തിന് ഞാൻ ചേർത്തിട്ടുള്ളൂ. അധികമായിട്ട് അങ്ങനെ ഒരു എരിവൊന്നും സൂപ്പിന് ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതുവരെ സൂപ്പ് കുടിച്ച് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാം കൊണ്ടും ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പ് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിച്ചു തന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു സൂപ്പിൻ്റെ റെസിപ്പി നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഓരോക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ അല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ട് കൊടുക്കുക. എന്നാലാണ് നമ്മളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.